ഒക്കെ പോകും. ഇങ്ങനെ സമയമൊന്നും നോക്കില്ല. പ്രായം തളർത്താത്ത അധ്വാന വീര്യം അല്ല, അധ്വാനിക്കാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന ജീവിതം കൊണ്ട് പറയുന്ന വാസുവേട്ടനും സരസ്വതി അമ്മയും. ഞാൻ കാലത്ത് ഇറങ്ങും, ഇയാൾ 8-9 മണിയൊക്കെ ആവും. രണ്ടുപേരും ബഞ്ചിൽ ഇരുന്നിട്ടേ ഇടും. അങ്ങനെയാണ് ഞങ്ങൾ ഇടണ. അപ്പൊ കവയിലൊക്കെ വെയിൽ നോക്കണ മുമ്പ് ഇങ്ങോട്ട് വീട്ടിൽ പറയാല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പോകും. കഷ്ടപ്പാടും ദുരിതവും ഒരു കൂടപ്പിറപ്പിനെ പോലെ വാസുവേട്ടനൊപ്പം പണ്ടേ ഉണ്ട്. ബുദ്ധിമുട്ടുകൾ ഞാൻ ചെറുപ്പത്തിലെ മേല് ചുരുക്കം പറയുന്നത് ഞങ്ങളുടെ ഉത്സവത്തിനുണ്ടല്ല, ഒരു മുണ്ട് കൊടുക്കാൻ തോർത്തൊടുത്തിട്ടാണ് ഞാനിവിടെ ജീവിച്ചത്. അപ്പനെ അത്രയും പണിയൊന്നും ഒരു പണിയില്ല, കൈ ഇതിങ്ങിട്ടായിരുന്നു. ഭയങ്കര സങ്കടത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങളൊന്നും പറഞ്ഞ് ഭയങ്കര സങ്കടം. മോന് വയ്യാതായിട്ട് മോന് വയ്യാതായിട്ടോ അവനിപ്പോൾ എത്ര കൊല്ലം 10-12 കൊല്ലമാ? 12 കൂടുതലായിട്ടുണ്ടല്ലേ. ചെറുപ്പത്തിലെ മേലെ തുടങ്ങിയാണ് അവനെ. പിന്നെ ഞങ്ങൾ ആ മരുന്ന് കൊണ്ട് അവൻ നടന്നു. മരുന്നിനുള്ള പൈസയൊക്കെ എങ്ങനെയാണ് കണ്ടെത്തണേ? അത് ഞങ്ങൾ വല്ലയിടത്തും പോയിട്ട് ഇതേപോലെ ഇഷ്ടക്കളത്തിലൊക്കെ പോയിട്ടാണ് അവനെ കൂടുതൽ അങ്ങനെ മരുന്നിനൊക്കെ ചെയ്യുന്നത്. അധികം തിന്നാനൊന്നും ഉണ്ടാവില്ല. ഈ ഒരു നേരത്തേക്കുള്ളത് തന്നെ ഒരു ഭയങ്കര ഒരു വെപ്പാണ് വെക്കണത്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്കിപ്പോ 80 പരാതികളൊന്നുമില്ല. കയ്യിലൊരു പങ്കായവുമേന്തി ജീവിതത്തോണി അങ്ങനെ മുന്നോട്ട്. പൊട്ടിപ്പൊളിഞ്ഞ പഴയ വഞ്ചി ഒന്ന് മാറ്റി കിട്ടി. ഈ വഞ്ചി ഇങ്ങനെ ഒരു മോശം വഞ്ചി ഇങ്ങനെ മാതൃഭൂമി പത്രത്തിലാണ് വന്നത്. ഇവരിങ്ങനെ മീൻ പിടിക്കുന്നത്. അപ്പം ഞങ്ങൾ തന്നെ പഞ്ചായത്തിൽ സംസാരിച്ച് നമ്മൾ മെമ്പർമാരെല്ലാവരും കൂടി ഇവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടാണ് നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ സ്പോൺസർ ചെയ്യാൻ തയ്യാറായി. നമ്മളങ്ങനെ ഒരു നല്ലൊരു വഞ്ചി ഇവർക്ക് കൊടുക്കാൻ സാധിച്ചു. ഉപജീവന യാത്ര ഇപ്പോൾ പുതിയ വഞ്ചിയിൽ. സങ്കടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അമരത്തിരിക്കുന്ന വാസുവേട്ടനൊപ്പം തലയ്ക്കൽ സരസ്വതി അമ്മയും കൂടെ കൂടിയപ്പോൾ ഒഴുക്കിൻ്റെ വേഗമൊന്ന് കൂടി. 200 രൂപ 120 രൂപ ഇത് കുറേശ്ശെ കൊടുത്തിട്ട് ഞാൻ പിറ്റ്പാത്ത് കൊണ്ട് കൊടുത്തിട്ട് അത് കുറേ ലിസ്റ്റ് ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. കൂടി വന്നാൽ 300 രൂപയിൽ കൂടുതൽ കിട്ടൂല. ചെറിയ പൂളാക്കുഞ്ഞാണിത് കിട്ടണ. അതിന് വിലയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ആരും എടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. നമ്മൾ ചൂണ്ടയിടാൻ മാത്രം സഹായിക്കുള്ളൂ. ചൂണ്ടയിട്ട് മീൻ പിടിച്ചു കൊടുക്കും. അതെ. കിട്ടി. എന്ത് പിന്നെ ഇത് പൂള. മകന്റെ മരുന്ന് മുടങ്ങരുത്, വയറ് എരിയരുത്, പാതി നിലച്ച വീട് നിർമ്മാണം പൂർത്തിയാക്കണം. കടമക്കുടി പുഴയ്ക്ക് കുറുകെ എന്നും വള്ളമിറക്കാൻ കാരണം മറ്റൊന്നുമില്ല. സംരക്ഷിക്കപ്പെടേണ്ട പ്രായത്തിലും ജീവിതത്തിന്റെ അവശതകളെല്ലാം മറന്ന് പോരാടുകയാണ് വാസുചേട്ടനും സരസ്വതി അമ്മയും. കൈമുതലായി ഉള്ളതാകട്ടെ മനക്കരുത്തും. ഏത് കാറ്റിലും കോളിലും പ്രതിബന്ധം തീർക്കുന്നത്. ക്യാമറമാൻ സുജോ എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാംപ്രസാദ് ഉത്തമനുണ്ട് കൂടെ. ഗുഡ് മോർണിംഗ് ശ്യാംപ്രസാദ്. അവരങ്ങനെ അമരത്തും അണിയത്തും ഇരുന്ന് പോകുന്നത് കാണാൻ നല്ല ചന്തമുണ്ട്. പക്ഷേ തുഴഞ്ഞു പോകുന്നത് ദാരിദ്ര്യത്തിലേക്ക് മാത്രമാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും മൂത്തി, അതായത് ദാരിദ്ര്യമാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു വാർത്ത ചെയ്യാൻ പ്രധാനമായിട്ടും കാരണമായത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രായമാണ് ആ 80 വയസ്സ് 75 വയസ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ അവർ തൊഴിലിലേക്ക് ഇറങ്ങിച്ച് പോവുകയാണ്. അതിന് കൂട്ടായിട്ട് സരസ്വതി അമ്മയും, അങ്ങനെ വാസുവും സരസ്വതി അമ്മയും ഒരുമിച്ച് തൊഴിലെടുക്കാൻ പോകുന്നു. പുലർച്ചെ ഇറങ്ങി ഉച്ചവരെ ഏകദേശം വെയിൽ വരുന്നത് വരെ അവിടെ ആ പുഴയിൽ ചൂണ്ടയിടും. അതിനുശേഷം വലമ്പത്തിരുന്ന് ചൂണ്ടയിടും. ഇതൊക്കെ പ്രധാനമായിട്ടും മകന് അരിവാൾ രോഗമാണ്. അപ്പോൾ മകൻ്റെ ചികിത്സയ്ക്ക് പണം വേണം. പിന്നെ നിലവിൽ ഒരു വീട് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പണിയൊന്ന് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കണം. ഇപ്പോഴും അടുക്കളയൊന്നും പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതുമൊക്കെ ഒന്ന് കെട്ടണം. ഇങ്ങനെയുള്ള കൊച്ചു ആഗ്രഹങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ആ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടി തൊഴിലിലേക്ക് ഇവരിങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അത് നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. കാരണം ഈ ഒരു പ്രായത്തിലും തൊഴിൽ ചെയ്യാനുള്ള അവരുടെ ആ ഒരു മനസാന്നിധ്യം അതുതന്നെയാണ്
ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ അത് ചെയ്യണമെന്ന് തോന്നിയത്? കാരണം വളരെ സന്തോഷത്തോടുകൂടിയാണ് അവര് ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് നമ്മൾ ഈ വാർത്ത കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ. ഒരുപാട് സന്തോഷമുണ്ട്, അവർ രണ്ടുപേരും ഈ പ്രായത്തിലും പണിയെടുത്ത് ജീവിക്കുന്നു എന്നുള്ളത്. പക്ഷേ ദാരിദ്ര്യത്തിലേക്ക് മാത്രമാണ് ആ തുഴച്ചിലെന്ന് ആലോചിക്കുമ്പോൾ ചെറിയ സങ്കടവുമുണ്ട്. അവരെയൊക്കെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കേണ്ടതാണ്.